കർണാടകയിലെ ഷിരൂരിലെ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട അർജുൻ്റെ കുടുംബം ലോറി ഉടമ മനാഫിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കുതിച്ചു കയറുകയാണ്. അർജുൻ്റെ തിരോധാനം വൈകാരികമായി മുതലെടുത്ത് മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തങ്ങളെ അപമാനിക്കുകയാണെന്നും അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അർജുൻ്റെ കുടുംബം ഈ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ലോറി ഉടമ മനാഫ് എന്ന ചാനലിനുണ്ടായിരുന്നത് 11,000 സബ്സ്ക്രൈബേഴ്സാണ്. ഈ മാറ്റർ തയ്യാറാക്കുമ്പോൾ അത് 1,98,000 ആയിരിക്കുന്നു. ഇപ്പോഴുള്ള ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ സബ്സ്ക്രൈബർമാരുടെ എണ്ണം ഇന്ന് തന്നെ 3 ലക്ഷം കടക്കാനാണ് സാധ്യത. ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ തൻ്റെ ലോറിയോടൊപ്പം അർജുനെ കാണാതായി 32-ാം ദിവസമാണ് മനാഫ് ചാനലിൽ ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. പുഴയിൽ തെരച്ചിൽ നടത്താനായി ബാർജ് അടക്കമുള്ള സംവിധാനങ്ങൾ സ്വന്തം നിലയ്ക്ക് സംഘടിപ്പിക്കാമെന്നും തെരച്ചിലിന് അനുമതി മാത്രം നൽകണമെന്നുമാണ് മനാഫ് ആ വീഡിയോയിൽ പറയുന്നത്. അതിനുശേഷം അർജുനുമായി ബന്ധപ്പെട്ട് 15 വീഡിയോകൾ മനാഫ് ആ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 18 തവണ ലൈവ് വരികയും ചെയ്തു. സെപ്റ്റംബർ 28-ലേതാണ് ചാനലിലെ അവസാന ലൈവ് വീഡിയോ. മനാഫും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും അർജുൻ്റെ തിരോധാനം ഉപയോഗിച്ച് യൂട്യൂബിലൂടെ നേട്ടമുണ്ടാക്കുകയാണ് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് അർജുൻ്റെ കുടുംബം ബുധനാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചത്. അർജുൻ്റെ അളിയൻ ജിതിൻ, ഭാര്യ കൃഷ്ണപ്രിയ, അച്ഛൻ പ്രേമൻ, അമ്മ ഷീല, സഹോദരി അഞ്ജു, അഭിരാമി, സഹോദരൻ അഭിജിത്ത് എന്നിവരും മാധ്യമങ്ങളെ കണ്ടിരുന്നു. അർജുൻ്റെ പേരിൽ പണം പിരിച്ചുവെന്ന ആരോപണങ്ങളെ നിഷേധിച്ച മനാഫ് താൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തെറ്റായ കാര്യമല്ല എന്നും പറഞ്ഞിരുന്നു. അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ ജനങ്ങളുടെ ശ്രദ്ധയിൽ എത്തിക്കാനാണ് ചാനൽ തുടങ്ങിയതെന്നും ഒരാളിലേക്കെങ്കിലും അത് എത്തിക്കുക എന്നതായിരുന്നു തൻ്റെ ലക്ഷ്യമെന്നും മനാഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. അർജുൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലെന്നും മനാഫ് പറയുന്നുണ്ട്. അർജുൻ എന്ന വൈകാരികതയെ യൂട്യൂബ് ചാനലിലൂടെ വിൽക്കുകയാണ് മനാഫെന്നും PR ഏജൻസി പോലെയാണ് മനാഫ് പ്രവർത്തിക്കുന്നതെന്നും അർജുൻ്റെ കുടുംബം ഇന്നലെ ആരോപിച്ചിരുന്നു. പലയിടത്തു നിന്നും അർജുൻ്റെ പേരിൽ ഫണ്ട് കളക്ട് ചെയ്യുന്നതായും അർജുൻ്റെ അളിയൻ ജിതിൻ പറഞ്ഞിരുന്നു. എന്നാൽ താൻ ഇന്നേ വരെ അങ്ങനെ ഒരു ഫണ്ടും വാങ്ങിയിട്ടില്ലെന്നും ആ കുറ്റം തെളിഞ്ഞാൽ മാനാഞ്ചിറ മൈതാനത്ത് വന്ന് നിൽക്കാം, എന്നെ കല്ലെറിഞ്ഞു കൊന്നോളൂ എന്നുമായിരുന്നു മനാഫിൻ്റെ മറുപടി. ഇങ്ങനെ വിവാദം ഉടലെടുത്തതിന് പിന്നാലെയാണ് മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുത്തനെ ഉയർന്നു വരുന്നത്. ആരോപണങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ മനാഫിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് വരുന്നത്. അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണവും നടക്കുന്നുണ്ട്. അളിയൻ സംഘപരിവാർ അനുകൂലി ആയതുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് പ്രധാന പ്രചാരണം. ഇങ്ങനെയൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് അറിയിച്ച കുടുംബത്തിന് നന്ദിയെന്നും അളിയൻ്റെ ഇത്തരം ഈഗോ കാരണം മനാഫ് വീണ്ടും സമൂഹത്തിൻ്റെ മുന്നിൽ വലുതാവുകയാണെന്നും ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. മനാഫിൻ്റെ ഉദ്ദേശം വേറെയായിരുന്നെങ്കിൽ അർജുനെ കിട്ടിയതിന് ശേഷം വേറെ വീഡിയോ ഇട്ടേനെ എന്നും ചിലർ പറയുന്നുണ്ട്. അതേസമയം അർജുൻ്റെ കുടുംബത്തിൻ്റെ ആരോപണങ്ങളോട് പ്രതികരിച്ച് കർണാടകയിലെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും രംഗത്ത് വന്നു. ഷിരൂരിൽ താൻ ചെയ്തത് എന്താണെന്ന് ദൈവത്തിനറിയാം എന്നും പണത്തിനു വേണ്ടിയല്ല ഇത്തരം സേവനങ്ങൾ താൻ ചെയ്യുന്നതെന്നും മാൽപ്പെ പറയുന്നു. തൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നും കിട്ടുന്ന വരുമാനം ആംബുലൻസ് സർവീസിനാണ് കൊടുക്കുന്നത്. പണത്തിനു വേണ്ടിയല്ല ഇത്തരം സേവനങ്ങൾ നടത്തുന്നത്. എനിക്കെതിരെ കേസുണ്ട് എന്നത് വ്യാജ പ്രചരണം മാത്രമാണ്. ഷിരൂർ തിരച്ചിൽ വിഷയത്തിൽ വിവാദത്തിനില്ല. ഞാൻ ചെയ്തത് എന്താണെന്ന് ദൈവത്തിനറിയാം. അവിടെ കണ്ടു നിന്നവർക്കും എല്ലാം അറിയാം. ഒരു തരത്തിലും പ്രശസ്തിക്ക് വേണ്ടി ഒന്നും ചെയ്തതല്ല. ഇതാണ് ഈശ്വർ മാൽപ്പെ പറയുന്നത്. പലയിടത്തും പ്രകൃതി ദുരന്തങ്ങളിൽ പല മരണവും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അർജുനെ വളരെ കഠിനമായ പരിശ്രമത്തിലൂടെ കണ്ടെത്താൻ മുൻകൈയെടുത്തത് മാധ്യമങ്ങളും മനാഫും ഈശ്വർ മാൽപ്പയും ഒക്കെ തന്നെയാണ്. അർജുൻ്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി നൽകിയിരുന്നു. ഇപ്പോൾ ആ കുടുംബത്തിന് 7 ലക്ഷം രൂപ നൽകുമെന്ന് സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇൻഷുറൻസും മറ്റുമായി ഇനിയും വലിയ തുകകൾ കിട്ടാനുമുണ്ട്. അപകടത്തിൽ മരണപ്പെടുന്ന ഒരാളുടെ കുടുംബത്തിന് കിട്ടാവുന്ന എല്ലാവിധ സഹായങ്ങളും അവർക്ക് ലഭിക്കുന്നുണ്ട്. അതിനിടയിൽ അളിയൻ ജിതിൻ നടത്തുന്നത് തീർത്തും നാണം കെട്ട കളികളാണ്. എന്നാൽ അയാൾ കുറ്റം ആരോപിക്കുന്ന മനാഫിന് പൊതുസമൂഹത്തിൽ പിന്തുണ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 11,000 എന്ന സംഖ്യയിൽ നിന്നും 2 ലക്ഷത്തിലേക്ക് ചാനൽ സബ്സ്ക്രൈബേഴ്സിനെ എത്തിച്ച കയ്യിൽ ചരട് കെട്ടിയ അളിയന് അഭിനന്ദനങ്ങൾ. ഒരു കാര്യം പ്രധാനമായും ഓർത്താൽ മതി. അർജുൻ്റെ ചലനമറ്റ ശരീരം ഗംഗാവലി പുഴയിൽ അനാഥമായി കിടന്നപ്പോൾ, അർജുൻ്റെ മരണത്തിലൂടെ ലഭിച്ച ജോലിക്ക് ഭാര്യ പോയി തുടങ്ങിയപ്പോൾ
ഈ പറയുന്ന മനാഫ് നാടും വീടും വിട്ട് ഷിരൂരിൽ ഗംഗാവലി പുഴയുടെ തീരത്ത് അർജുന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു.